ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവതരി ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ സച്ചിൻ്റെ രേവതിയും മൂന്നാറിന് തിരിച്ചു വരികയാണ്. അപ്പം നല്ല ദേഷ്യത്തിലാണ് നമ്മുടെ രേവതി. കാരണം ഞാൻ സച്ചി അതുപോലുള്ള രീതിയിലുള്ള പ്രവർത്തനമാണല്ലോ കാഴ്ചവെച്ചത്. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് സച്ചി പറയണം, ദയവ് ചെയ്ത് വീട്ടിൽ പോയി പറയരുത് രേവതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും കയറ് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതിയും രണ്ടുപേരും ഒരുമിച്ച് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് വരുന്ന വരവിൽ കാണുന്ന അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ബീരാനാണ്. ബീരാൻ ഒരാളെ ഫോൺ വിളിച്ചിട്ട് നീ മറ്റേ ആ അക്കൗണ്ട് അത് ജയരാജ് എന്നുള്ള അക്കൗണ്ടിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ജയരാജ് ഞാൻ തന്നെ ജയരാജ് അങ്ങനെ പറഞ്ഞ് അതായത് ബീരാനായിരുന്നു എൻ്റെ പേര്, ബീരാനാണ് എൻ്റെ പേര്. പക്ഷേ അത് ബീരാൻ അല്ല, ജയരാജ് എന്നതിൻ്റെ പേര്. ബീരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് 2 സിനിമയിൽ അഭിനയിപ്പിച്ച് എന്നെ ആദ്യമായിട്ട് അവരെ അങ്ങനെ വിളിച്ചു. പിന്നെ അത് ഫേമസ് ആയി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ ശരിയെന്ന് പറഞ്ഞ് കോള് കട്ടായി കഴിയുമ്പോൾ അടുത്ത ആൾ ചോദിക്കുക, ഇതന്നെ ബീരാൻ എന്ന് പറഞ്ഞു. അതെ, ഞാൻ സിനിമയിൽ അഭിനയിച്ചില്ല, 1-2 സിനിമയിൽ അഭിനയിച്ചില്ല. അപ്പോൾ അതിൽ ആദ്യം ബീരാൻ എന്നുള്ള പേര് ആണ് എനിക്ക് വീണത്. പക്ഷേ എൻ്റെ ഒറിജിനൽ പേര് ജയരാജ് എന്നൊക്കെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ കൂടെ ഇരുന്ന ഒരാൾ ഒരു പെണ്ണും പറയാണ്, അടിപൊളിയാണല്ലോ പേര്, ബീരാൻ എന്നുള്ള പേര് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പാവങ്ങൾ വിട്ടേക്ക്, കാരണം അത് മാത്രം ഒന്നുമില്ല, ഇപ്പോൾ സിനിമാ മേഖലയെല്ലാം വിട്ടല്ലോ അതായതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. അത് ഞാൻ അടുത്ത് കാണിക്കുന്ന നമ്മുടെ ദേവും ശരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി എന്ന് ചോദിക്കുന്നത്, മോനെ ഇത്രയും വൈകില്ല, നീ പോയി ഉറങ്ങുന്ന പറയുമ്പോഴത്തേക്ക് അമ്മ നേരത്തേക്കാണെങ്കിൽ പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേറെ നല്ല മോനെ, ഇത്രയും വൈകില്ല, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിൻ്റെ തലയിൽ ഇത് കയറും, അതുകൊണ്ട് നീ ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് ശരത്ത് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ദേവ് ഭയങ്കര ചാറ്റിങ്ങാണ്. ദേവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവ് ഉറങ്ങാറായില്ലേ, ഇപ്പോൾ ഭയങ്കര ഫോണിൽ കളിയാണ്, ചാറ്റാണല്ലോ, ഇതെന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ എന്ത് പരിപാടി, ഞാൻ ചുമ്മാ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്, കാരണം ഇങ്ങനെയൊക്കെയാണ് പരിപാടി, ഒളിച്ചും പാത്തുള്ള പരിപാടി എന്നൊക്കെ ചോദിച്ചു. എടാ നീ ആവശ്യമില്ലാത്ത പറയരുത് സ്ഥലത്തെ, ഞാൻ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അവിടുത്തെ വീണയായിട്ടുള്ള ഒരു ചാറ്റൊക്കെയാണ് അതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. എന്താണ് നടക്കട്ടെ, ഇതിപ്പോൾ ശരിയല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത കാണിക്കുന്ന സീൻ നമ്മളത്തേക്ക് നമ്മുടെ ചന്ദ്രോദയത്തിൽ ഇവർ നേരെ കയറി വന്ന് വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡോറ് തുറന്ന് സംഭവം ബാഗ് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുവാണ് സച്ചി. സച്ചി സോപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് പറയരുത് മോളെ, ദയവ് ചെയ്ത് പറയരുതെന്ന് പറഞ്ഞ് നേരെ അകത്തോട്ട് കയറും. അവർ രണ്ടുപേരും അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കഥ തുറന്ന് രവീന്ദ്രൻ ചോദിക്കുക, എന്താണ്ട് നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുക, നിങ്ങൾക്ക് 3 ദിവസത്തെ പ്ലാനല്ല നിങ്ങൾ പറഞ്ഞു, എന്നെ തന്നെ നിങ്ങൾ നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രേവതി പിന്നെ ഒഴിവാക്കി വിടുന്നുണ്ട്. അതെ, അമ്മയ്ക്ക് ഒരു ഓർഡറുണ്ട്, അമ്മ ബൾക്ക് ഓർഡർ അല്ല, എനിക്കൊരു ഓർഡറുണ്ട്, അമ്മ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷെ മുഖത്തൊക്കെ വല്ലാതൊരു മ്ലാനത നിൽക്കുന്നുണ്ട്. ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് നല്ലൊരു മൂഡിലല്ലല്ലോ വന്നേ എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യങ്ങളൊക്കെ, എന്താ നേരത്തെ വന്നെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് വേറെ ഓർഡറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, എങ്ങനെയും ഇത് പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ രേവതി ഇരുന്നതെന്ന് എനിക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പോയെടുത്ത് എന്തോ വിഷയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നു. എന്ത് വിഷയം, അവർ ക്ഷീണമായിട്ട് വന്നേക്കും, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ രേവതിനെ സച്ചിനെ അകത്തോട്ട് പറഞ്ഞിട്ടാണ്. അകത്തോട്ട് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ചെന്ന് പറയണം, എന്തോ വിഷയം നടന്നിട്ടുണ്ട്, ഇവർ തമ്മിൽ എന്തോ വിഷയം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നേരത്തെ വരത്തില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ സച്ചിൻ രേവതി അകത്തോട്ട് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, ഇടി മോളെ നീ പറയില്ല കേട്ടോ, ദയവ് ചെയ്ത് പറയരുത്, നമുക്ക് ടൂർ പോകാം, ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് പോകാം, അവിടെ പോകുമ്പോഴത്തേക്ക് ഞാനൊരു വിഷയം ഉണ്ടാക്കത്തില്ല, നീ പറയുന്ന പോലെ എന്നെ കേട്ടനുസരിച്ചോ നിന്നോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 6 മാസമല്ല 6 വർഷമായാലും പോലും ഞാൻ സച്ചിനോട് ഞാൻ വരത്തില്ല, ഒരു കാരണവശാലും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അതൊക്കെ അച്ഛനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞ് ചാടി ഓടിപ്പോകും. അപ്പോൾ സച്ചി രേവതിനെ പിടിക്കാൻ വേണ്ടി രേവതിയുടെ പുറകെ പോകും. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ പറയാൻ പറയുമ്പോഴത്തേക്ക് അല്ല അച്ഛൻ എനിക്കൊരു കാര്യം പറയണ്ടെന്ന്, നിനക്കെന്താ കാര്യം നീയും പറ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല സച്ചിയേട്ടൻ പറയാം, അല്ല ഞാൻ പറയുന്നത് രേവതി ആദ്യം കടന്ന് വെപ്രാളം കാണിക്കുന്നുണ്ട്.
അപ്പോൾ സച്ചി അറിയില്ല, ഞാൻ പറയുന്നത് അതേ അച്ഛ അവിടെ പോയെടുത്ത് ഒരു ചെറുക്കൻ ഒരു ഗുഹയിലേക്ക് വീണു, പിന്നെ അവരുടെ കൂട്ടുകാരെല്ലാം ചേർന്നാണ് അവനെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ എവിടെയോ സിനിമയെ കണ്ടിട്ടുണ്ടല്ലേ, സിനിമയിലൊന്നല്ല, അത് ഒറിജിനലായിട്ടുള്ള കഥയാണ് അതായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ രേവതി മോൾ നിനക്ക് എന്നെ പറയണ്ടേ, ഒന്നുമില്ല അച്ഛന് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അകത്ത് കയറ്റി പോകുന്നുണ്ട്. അകത്ത് കയറി പോയി കഴിയുമ്പോൾ രേവതി പറയരുത്, ദയവ് ചെയ്ത് പറയരുത്, ഞാൻ ഇനി ഒരു അലമ്പം ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് പറഞ്ഞാൽ ചന്ദ്രമതിക്കിൻ്റെ ശ്രുതിക്കൊക്കെ എന്തോ ഡൗട്ടൊക്കെ തോന്നുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ നമ്മളത്തേക്ക് ശ്രുതി ഒരു ലെറ്റർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റർ പോലുള്ള സംഭവം, അതൊരു എൻവലപ്പാണ്. അത് പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ശ്രുതി അവിടെ ഇരിപ്പുണ്ട്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അപ്പം രണ്ടുപേരും ടൂർ പോകാത്തതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, നിനക്ക് ടൂർ പോകാത്തതിന് വിഷമമാണോ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അതെ നിങ്ങളുടെ അമ്മയുടെ അസുഖം ഒന്ന് മാറിയിട്ട് വേണ്ടേ, നിങ്ങളുടെ അമ്മയുടെ വല്ല തീരാ വ്യാധിയല്ലേ, അതൊക്കെ മാറിയിട്ട് വേണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ, ടൂർ ആണെങ്കിലും അത് എവിടെയെങ്കിലും ഒരു എക്സ്കർഷൻ ഇതൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നടത്താം, നമുക്ക് എന്തെങ്കിലും നടത്താം എന്നുള്ള രീതി ശ്രുതി പറഞ്ഞു കിട്ടണം. പിന്നെ ഇതന്നെ നിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം ശ്രുതിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുക. ഇല്ല എനിക്കറിയത്തില്ല, ഇത് നോക്കെന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പറയാം, ഇത് GST അടച്ചില്ലല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. GST അടച്ചില്ല, അതന്നെ അടയ്ക്കാത്ത, അത് എൻ്റെ സാമ്പത്തികം വേണ്ടേ, അതിപ്പം ചോദിക്കുന്നുണ്ട്. അല്ല ഇതിപ്പോൾ എന്നോട് എന്നാ പറയാതെ, നിന്നോട് പറഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികം തന്നെ വേണ്ടത്, നിന്നോട് പിന്നെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പോയാൽ ശരിയാകും. ശ്രുതി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST അടച്ചില്ലെങ്കിൽ നമുക്ക് ഷോപ്പ് നഷ്ടപ്പെടത്തില്ലേ, അതെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അച്ഛൻ്റെ ഇപ്പോൾ അച്ഛനല്ലേ ഇപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ ഷോപ്പാണ്, നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിത്തിരിക്കണം. കാരണം അത് അങ്ങനെ അച്ഛനൊന്നും കൊടുക്കാൻ പറ്റില്ല, കഷ്ടപ്പെട്ട് ഞാൻ ഓരോ കള്ളത്തരാണ് കാണിച്ചത്, ഞാൻ കഷ്ടപ്പെട്ട് ശ്രുതിക്ക് മേടിച്ചു തന്ന, ഇതിപ്പോൾ എല്ലാം കണ്ടിട്ട് അവർക്കെല്ലാം കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ശ്രുതിയെ എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിലും ആ പൈസ ഒന്ന് പിടിച്ച് നേരെ മേടിച്ചിട്ട് എടുത്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അത് സച്ചിനെയും ഇവരെല്ലാം ഏൽപ്പിച്ചിട്ടല്ലേ മറ്റേ നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ കളിപ്പിച്ചുകൊണ്ട് പോയ ആ പൈസ മേടിച്ചുകൊണ്ട് പോയതെന്ന് അവർ എന്തിനാ അവരെ സച്ചിനെ രേവതിനെയൊക്കെ ഏൽപ്പിക്കുന്നത്, നമ്മൾ തന്നെ റെഡിയാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനിയെങ്കിലും അത് മാത്രമല്ല GST പെട്ടെന്ന് അടയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ദേവു ഒരു കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ദേവിൻ്റെ കൂട്ടുകാരെടുത്ത് ചെന്നിട്ട് പറയും, എൻ്റെ പിന്നെ ഈ സ്വീറ്റ്സ് കഴിച്ചോ എന്ന് പറയുമ്പോഴത്തേക്ക് കൂട്ടുകാരത്ത് കൊടുക്കുക, നീ എന്തിനാ ഈ സ്വീറ്റ്സ് തരുന്നത്, അത് എൻ്റെ അരുൺചേട്ടൻ എന്താണ് ഇവിടെ ഈ സ്റ്റേഷനാണ് ഇപ്പോൾ ഇന്ന് ചാർജ് എടുക്കുന്നത്, അപ്പം ആ ചാർജ് എടുക്കുന്നതിൻ്റെ പരമായിട്ട് വേറെ ആരും എനിക്കറിയത്തില്ല, ഇതിപ്പം വേറെ ആർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിനക്ക് തരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, കാരണം നീ മാത്രമേ ഇത് അറിയത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കണം. കല്യാണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നടത്തുക കേട്ടോ, പെട്ടെന്ന് തന്നെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അടിയിട്ട് പിരിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, അടിയിട്ട് പിരിയത്തൊന്നുമില്ല, കാരണം ഞാൻ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നായിക്കോളും എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അങ്ങനെ പറയല്ലേ, കാരണം എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് തന്നെ നടത്തുവാണെങ്കിൽ നിങ്ങൾ പിന്നെ പിരിയാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ പ്രേമിച്ച് നടക്കട്ടെ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നടത്തിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അരുൺ അവിടെ ആ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഡ്രൈവറോട് പറയാം വണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ സച്ചി ആ ഭാഗത്തൂടെ നടന്നു പോകുന്നുണ്ട്. സച്ചിയോട് ചോദിക്കുന്നത്, സച്ചി നടന്നു കഴിയുമ്പോഴത്തേക്ക്, നീ എന്താണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കെന്ന് ചോദിക്കും. സാറേ സോറി, അത് അറിയാതെ പാർക്ക് ചെയ്ത് പോകുന്നത്, കാരണം ഞാൻ അത്യാവശ്യമായിട്ട് നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയത്, കാരണം ഇത്തിരി ഗുളിക മേടിക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, എന്താ അസുഖമായിരുന്നു ചോദിക്കുന്നത്. അല്ല അത് പനിയും ജലദോഷം, ഞാൻ മൂന്നാറൊക്കെ പോയിട്ട് വന്ന് എൻ്റെ പനിയും ജലദോഷമൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ, അല്ലാതെ ആർക്കും കടക്കയിലൊന്നും അല്ലല്ലോ, മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ, നിനക്ക് ട്രാഫിക് റൂൾസ് അറിയത്തില്ലാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്ക് ട്രാഫിക് റൂൾസൊക്കെ അറിയാം, പിന്നെ എന്നാ നിനക്ക് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ അച്ഛൻ്റെ പേരെന്ന് ചോദിക്കുക. അച്ഛൻ്റെ പേര് അതെന്തിനാ സാറേ, അച്ഛൻ്റെ പേര് നീ പറ, അച്ഛൻ്റെ പേര് പറ. അച്ഛൻ്റെ പേര് രവീന്ദ്രൻ. രവീന്ദ്രൻ്റെ വകയല്ലല്ലോ ഈ റോഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ സാക്ഷിക്ക് ഞങ്ങൾ തിരിച്ച് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കോർത്തിണക്കിയ ഒരു വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. വരുന്ന ദിവസങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം നമ്മൾ എല്ലാ ദിവസവും ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.